അവിടെ നോക്കിയാണ് ഈ കാറ്റാടിപ്പാടം നമ്മൾ ഓട്ടർഷ എങ്ങനെ സൈഡാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വിഷ്വൽസ് ഒന്ന് കാണിച്ചു തരാച്ചിട്ട് നല്ല നീല കളറ് വെള്ളവും. ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളതേ എന്താ പാട് ഉഷാറല്ലേ? നമ്മളിപ്പോൾ ഉള്ളത് കന്യാകുമാരിയിലാണ്, കന്യാകുമാരി ബീച്ചിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് മുതലാണ് ശരിക്കും നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ കേരളത്തിലുള്ള യാത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കൂടെയുള്ള യാത്രയുള്ളൂ. നമ്മളൊരു ട്രെയിലായിരുന്നു. എങ്ങനെയുണ്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെ ഡെവലപ്പാക്കാം. നമ്മൾ അങ്ങനെ ഒരു ദിവസം ഫുൾ ഓഫ് ചെയ്യാം. രാവിലെ മുതൽ നമ്മളെ ഫുഡിങ്ങിൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ വണ്ടിൻ്റെ യാത്രൻ്റെ കാര്യങ്ങൾ, റൂട്ടുകൾ, വണ്ടിയുടെ കാര്യങ്ങൾ, സ്റ്റേ കാര്യങ്ങൾ, ഇതൊക്കെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി മുതലാണ് ശരിക്കും നമ്മൾ യാത്ര ഇവിടെ നിന്നാണ്, കന്യാകുമാരിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഇതുവരെ തന്നെ എല്ലാ സപ്പോർട്ടും അതുപോലെ തന്നെ വേണം. കാരണം നമ്മൾ കണ്ടില്ല, ഈ ചെറിയ ഓട്ടോറിക്ഷയിലുള്ളൊരു പരിപാടിയാണ് ഇത്. ഇത്രത്തോളം ലോങ് യാത്ര ഇങ്ങനെ ടെൻ്റ് അടിച്ച് ഫുഡ് അടിച്ചുള്ളൊരു പരിപാടി നമ്മളെ കേരളത്തിൽ തന്നെ ഇതുവരെ എൻ്റെ ഒരു അറിവിൽ ആരും ചെയ്തിട്ടില്ല. എല്ലാവരും ഓട്ടോറിക്ഷയിൽ 2-3 ടീംസ് ഉണ്ട് പോയാലൊക്കെ, പക്ഷേ അത് കുറഞ്ഞ ദിവസങ്ങളിലുള്ളിൽ പോയി വന്നവരാണ്. ഞാൻ ഒരു കാഴ്ച കാണിച്ചു തരാം. സൂര്യന് പൊന്തി വരുന്ന നോക്കി കന്യാകുമാരിയാണിത്. ഓ എൻ്റെ മോനെ എന്താല്ലേ. അപ്പോൾ ചങ്കളെ, നമ്മളെ യാത്രയുടെ ഫണ്ട് കണ്ടെത്തുന്നത് പ്രധാനമായിട്ടും നമ്മൾ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് യൂട്യൂബിൽ നിന്നുള്ള വരുമാനം പ്രതീക്ഷിച്ചിട്ട് ഇറങ്ങി തിരിച്ചതാണ്. പക്ഷേ പിന്നെ നാട്ടുകാരുടെ ഒരുപാട് ആളുകൾ സഹായത്തോടെയാണ്. അപ്പോൾ നിങ്ങളൊക്കെ കൂടി ഇത് കാണുന്നു, നിങ്ങളുടെ സന്തോഷം നമ്മൾ പങ്കുവെക്കുന്നു, നമ്മളെ സന്തോഷം നിങ്ങളോട് പങ്കുവെക്കുന്നു എന്നുള്ളതൊക്കെ തന്നെ ഒരുപാട് അഭിപ്രായങ്ങൾ കിട്ടും. അതൊക്കെ നമ്മൾ വീഡിയോസ് മെച്ചപ്പെടുത്തി ഓരോ ദിവസം കൊണ്ട് ഏകദേശം 10 ദിവസത്തിനുള്ളിൽ നമ്മളെ പക്ക ഫിനിഷ്ഡ് ആയിട്ടുള്ള വീഡിയോസുകൾ ഇറങ്ങി തുടങ്ങും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുമായി ഫ്രണ്ട്സ്, ഫാമിലി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ നമ്മളെ ഫാമിലിക്ക് വരുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഷാദ. അപ്പോൾ അങ്ങനെ ചങ്കാളെ, നമ്മളേതായാലും നമ്മളെ ടെൻറ്റും ഫുള്ള് പെട്ടിക്കൂട്ടി സെറ്റാക്കി നമ്മളിവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. ആക്കണോ ഫുൾ ടെൻറ്റൊക്കെ ബോക്സൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഓട്ടോ ഇതാക്കണു. അപ്പം ഇനി ശരിക്കും നമ്മൾ യാത്ര ആരംഭിക്കാൻ പോവാണ് കന്യാകുമാരിയിൽ നിന്ന്. ഇത് ഏകദേശം ഒരു അത്യാവശ്യം നല്ല ലോങ് ബീച്ചാണ് കേട്ടത്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ലോങ്ങസ്റ്റ് ബീച്ചിലൊരു ബീച്ച് ഇതായിരിക്കും. അങ്ങനെ നമ്മൾ കാരിയറിൽ സാധനങ്ങളൊക്കെ ഏകദേശം ഫുള്ള് സെറ്റ് പാക്കാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ പോണത് ഏകദേശം തൂത്തുക്കുടി വഴി ധനുഷ്കോടി രാമേശ്വരത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഇന്ത്യയിൽ കടൽപ്പാലത്തിൻ്റെ 2 ഭാഗത്തും കടൽ വരുന്ന ഒരേ ഒരു സ്ഥലമാണ് രാമേശ്വരം ധനുഷ്കോടി എന്ന് പറയുന്നത്. 2 പാലമാണ് അവിടെ ഉള്ളത്. അതിൽ ഒന്ന് നമ്മുടെ വണ്ടി ഓടിക്കണ പാലും, ഒന്ന് ട്രെയിൻ പാലും, കടൽപ്പാലം, പാമ്പൻ പാലം എന്ന് പറയും. അങ്ങനെ നമ്മൾ കന്യാകുമാരിയിൽ നിന്ന് യാത്ര തുടങ്ങി നേരെ നമ്മൾ കാറ്റാടിപ്പാടം വഴി കന്യാകുമാരി സ്ട്രൈറ്റാണ് നമ്മൾ പോണത്. തൂത്തുക്കുടി വഴിയാണ് നമ്മൾ പോണത്. തൂത്തുക്കുടിക്കൊരു പ്രത്യേകത നിങ്ങൾക്ക് അറിയുണ്ടാവും, ഉപ്പ് കേന്ദ്രമാണ്. ഒരുപാട് കാറ്റാടിപ്പാടങ്ങളുണ്ട് ഇവിടെ. അതെനിക്ക് തോന്നുന്നു 1, 2, 3, 10, 100 അല്ല, ആയിരക്കണക്കിന് കാറ്റാടിപ്പാടങ്ങളാണ്. പിന്നെ വേറെ റോഡ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. വെച്ചങ്ങനെ പിടിച്ചു കൊടുത്താൽ മതി, അങ്ങനെ പെയ്ക്കോളും. കാൽമലും കയ്യുമ്മലും ആക്സിലേറ്റർ ഉണ്ടായതുകൊണ്ടേ ഇനിയിപ്പോൾ കൈ ചടച്ചാൽ അല്ലെങ്കിൽ കൈയിൻ്റെ ആക്സിലേറ്റർ പൊട്ടിയാലും സ്ട്രൈറ്റ് നമുക്ക് കാൽമക്കാണ് ചവിട്ടി കൊടുത്താൽ മതി. വേറെ വിഷയങ്ങളൊന്നുമില്ല. വണ്ടികളും കുറവാണ്. നമ്മൾ രാവിലെ ഒരു 8 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. എന്നൊക്കെ ഏകദേശം ഒരു യാത്ര 7:45, 8 മണിയാകുമ്പോൾ കുളിച്ച് മാറ്റി ഫ്രഷായി കാണാൻ പോകണം. അതുകൊണ്ട് തന്നെ ഭയങ്കര മൈൻഡ് സെറ്റ് ഭയങ്കര റീഫ്രഷാണ്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും രാവിലെ തുടങ്ങി വെച്ചാണ്ടല്ലോ അന്നത്തെ ദിവസം തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജി കയറും. ഇപ്പോൾ ഒന്നും വേണ്ട, നമ്മൾ ലീവുള്ള ദിവസം പോലും നമ്മൾ രാവിലെ തുടങ്ങുക. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ജിമ്മിന് പോവുക, അല്ലെങ്കിൽ ഒന്ന് റൺ ചെയ്യാൻ പോവുക, ഓടാൻ പോവുക, അല്ലെങ്കിൽ ഏതെങ്കിലും കുന്നിൻ്റെ മേലെ ചുമ്മാ പോയി ഇരുന്നാൽ മതി. അതാ ദിവസം പിന്നെ ഒരു ഭയങ്കര ഫ്രഷ്നെസ് മൈൻഡ് കയറും. അപ്പോൾ ഇത് ടോൾ ഗേറ്റുള്ള സാധാരണ നമ്മളെ NH റോഡാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഓട്ടോറിക്ഷ ആയതുകൊണ്ട് ഓട്ടോറിക്ഷയ്ക്ക് അതൊരു പ്രത്യേകത ഉണ്ട്. ഓട്ടോറിക്ഷയ്ക്ക് ടോളില്ല, ഓട്ടോറിക്ഷയ്ക്കും ടോളില്ല, നമ്മളെ ബൈക്കിനും ടോളില്ല. നിലവിൽ നമ്മൾ ഇന്ത്യ ഫുള്ള് കറങ്ങാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 50,000 ടോൾ വരും. കാറ്റാടിപ്പാടം നോക്കി വർക്ക് ചെയ്യണു, മനസ്സിലായില്ല. നമ്മൾ പറഞ്ഞു വന്നത് ഇന്ത്യ ഫുള്ളായിട്ട് നമ്മളിങ്ങനെ കറങ്ങുമ്പോൾ നമ്മൾ ഓട്ടോറിക്ഷൻ്റെ പകരം നമ്മൾ കാറാണെങ്കിൽ 50,000 അടുത്ത് ഏകദേശം ടോള് വരും. അതാണ് നമ്മൾ ഓട്ടോറിക്ഷൻ്റെ പ്രത്യേകത. 35 കിലോമീറ്റർ മൈലേജും കിട്ടും. അത്രയും സാധനങ്ങളും വെച്ചിട്ട് നമുക്ക് ഒരു രൂപ പോലും ടോളില്ലാണ്ട് വെയിലും കൊള്ളാതെ സുഖമായിട്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ കാറ്റാടിപ്പാടം കൂടുതലുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെ നിർത്തിയത് അതിൻ്റെ വിഷ്വൽസ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാച്ചിട്ട്. ആ വള്ളത്തിൻ്റെ ഒരു ബ്യൂട്ടി ഒക്കെ എന്താ അല്ലേ, ഒരു രക്ഷയില്ല. ആയിരക്കണക്കിന് കാറ്റാടിപ്പാടങ്ങളും പല കാറ്റാടികളും വർക്ക് ചെയ്യണില്ല തോന്നുന്നുണ്ട്. ഇത് എല്ലാ കാറ്റാടിപ്പാടും ഒരേ ഹൈറ്റും ഒരേ വലുപ്പമാണ്.
പക്ഷെ ഇത് ലോങ്ങസ്റ്റും അടുത്തും ലോങ് ഇങ്ങനെ നിൽക്കണോണ്ട് നമുക്കങ്ങനെ തോന്നും മറ്റേത് ചെറുതാണ് ഇത് ചെറുതാണെന്നുള്ളത്. അതല്ല സംഭവം. ശരിക്കും ഈ വലിപ്പം എല്ലാ കാറ്റാടിപ്പാടങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ അധികം ഡ്രസ്സൊക്കെ ഫുള്ള് പിന്നെ നമ്മൾ വാഷ് ചെയ്ത് കണ്ട് വണ്ടിയുമ്പോൾ തന്നെ തൂക്കും, അവിടെ ഇവിടെയൊക്കെ തൂക്കും. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ രാവിലെ തന്നെ ഒരു 10 മണിയാകുമ്പോഴത്തേന് എല്ലാ ഡ്രസ്സും ഉണങ്ങും. അന്നാന്ന് ഇങ്ങനെ വാഷ് ചെയ്യും, അത് അന്നാന്ന് അവിടെ ഇവിടെയൊക്കെ കെട്ടി തൂക്കും. നമ്മൾ 2-3 മണിക്കൂർ നമ്മൾ ഉണങ്ങാനായിട്ടുള്ള സമയം കണ്ടെത്തേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? ജാവിതാക്കണു കടന്ന് ഉറങ്ങണം. വിഷയമുണ്ട്. ഞങ്ങൾ 3 ആൾക്കാർ വണ്ടി ഓടിക്കും. ഓരോരുത്തർ 2-3 മണിക്കൂർ വെച്ച് ഇങ്ങനെ ഓടിക്കും. ഇങ്ങനെയാണ് നമ്മൾ കാല് വെക്കുക. മുന്നിക്ക് സൈഡിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളതിനാണ്, മുൻഭാഗത്ത് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളതിനാണ് കാല് സുഖമായിട്ട് ബാക്കിലിരിക്കുന്ന രണ്ടാകും കാലിങ്ങനെ കയറ്റി വെക്കാൻ പറ്റും. പിന്നെ ഫ്രണ്ടേജ് നമ്മൾ മൊബൈൽ കൊടുക്കാനുള്ള ഹോൾഡർ ഉണ്ട്. ഒരുവിധം അത്യാവശ്യം സൗകര്യം നമ്മൾ വണ്ടിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞാൽ ഇന്ന ദിവസം ഇത്ര കിലോമീറ്റർ അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല. നമ്മളങ്ങനെ പോവും, ഈ പോക്ക് അങ്ങനെ പോവും. അതിലെത്തേണ്ട അടുത്ത് എത്തും. അവിടെ പിന്നെ വണ്ടീൻ്റെ ഉള്ളിൽ നമ്മളേതായിട്ടുള്ള ചിട്ടകൾ നമ്മൾ വരുത്തിച്ചിട്ടുണ്ട്. അതായത് അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. പിന്നെ എന്നിട്ട് ആർക്കും ഉറങ്ങണോ അപ്പോൾ ഉറങ്ങുക, അപ്പോൾ നമ്മൾ പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ വണ്ടി ആരച്ചാൽ ഓടിക്കും. അതിന് ഇന്ന സ്ഥലത്ത് എത്തണം, ഇന്ന സംഗതിയെ ചെയ്യാവുള്ളൂ, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്ര സ്മൂത്തായിട്ട് കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്ത് എല്ലാവർക്കും എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അപ്പം പറയാമെന്നുള്ളത്, മനസ്സിലൊന്നും കൊണ്ടെടുക്കരുത് എന്നുള്ള ചിന്തകൾ നമ്മൾ ആദ്യമേ വെച്ചിട്ടുണ്ട്. അതപ്പം നമ്മൾ പറയും. ആർക്ക് എന്ത് തടസ്സങ്ങൾ പോലും ഇങ്ങോട്ട് പറയും, നമ്മൾ അങ്ങോട്ടും പറയും. അപ്പോൾ കറക്റ്റ് എല്ലാം നമ്മൾ കൃത്യം പറഞ്ഞ് അത് ഡീൽ ചെയ്ത് ഇങ്ങനെ പോകാന്നുള്ളത്. ആ മല നോക്കിയിട്ട് എന്തോരം ചൊറുകലേ, ഇങ്ങനെ ചെരിഞ്ഞിങ്ങനെ മറ്റേ നിൽക്കണോ. അങ്ങനത്തെ ഈ തമിഴ്നാട് ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു സൗദി അറേബ്യൻ ടച്ചാണ് ശരിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ. ഒക്കെ ആണെങ്കിൽ അതായത് സൗദി അറേബ്യ ദുബായ് ടച്ചാണ് ശരിക്കും തമിഴ്നാട് ഭൂപ്രകൃതി. ഇതിൽ പച്ചപ്പുണ്ട്, അവിടെ പച്ചപ്പില്ല. ആ ഒരു മാറ്റം മാത്രമാണുള്ളത്, വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഇതിൽ ഏകദേശം മൊബൈൽ ഹോൾഡർ നമ്മളെ വണ്ടീൻ്റെ ഉള്ളിൽ 4-5 മൊബൈൽ ഹോൾഡർ ഉണ്ട്. പിന്നെ ഒറിജിനൽ കറണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ CCTV ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ വണ്ടി സേഫ്റ്റിയാണ് ഒരു വിധം വരെ കേട്ടോ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഫ്രണ്ടിലിരിക്കണ നമ്മൾ ഡ്രൈവറായിട്ട് ഞാൻ ആരും ഓടിക്കുകയാണെങ്കിൽ ഓൽക്കൊരു വലിയ ക്ഷീണം വരില്ല, കാറിൻ്റെ സീറ്റ് ആയതുകൊണ്ടേ. പുഷ് ബാക്കുമാണ്, കൂളായിട്ട് സിമ്പിളായിട്ട് മുന്നോട്ട് പോകും. ഒരു 40 സ്പീഡിൽ നമ്മൾ പോവുള്ളൂ. ഇന്നിപ്പോൾ അത്യാവശ്യം നല്ല ലോങ് പോകണം വിചാരിച്ച് ഇറങ്ങി തന്നെയാണ്. കാരണം ഇന്നിപ്പോൾ ഒരു 350 കിലോമീറ്റർ എന്നാൽ ഓടായിരിക്കും, നോമ്പല്ലേ. പിന്നെ അത് മാത്രമല്ല ഇന്നിപ്പോൾ നമ്മൾ തമിഴ്നാടായതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ പെരും വെയിലാണ്. ഇപ്പോൾ യാത്ര എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ രസം പറഞ്ഞാൽ പോണ കാഴ്ചകൾ ഇങ്ങനെ കണ്ടു പോകാമെന്ന് പറഞ്ഞാലേ അത്രത്തോളം ത്രില്ലാണ്. ചുമ്മാ ഇങ്ങനെ ഇരുന്നാൽ അതിന് ചെറിയ നൈസ് പാട്ട് വിട്ടിട്ടേ രാവിലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അതിങ്ങനെ നൈസ് പാട്ട് വിട്ടാണ് ഇങ്ങനെ പോകാനാണ് ഭയങ്കര ത്രില്ല്. 2 തോർത്തുണ്ട് കേട്ടോ കെട്ടി വെച്ചുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളങ്ങനെ ഒരു ചിട്ട നമ്മൾ ആദ്യം നമ്മളെ വണ്ടീൻ്റെ ഉള്ളിൽ എല്ലാവരും നമ്മൾ അങ്ങോട്ട് പറഞ്ഞ് തീരുമാനിച്ചതാണ്. ഒരു 2-3 മണിക്കൂർ ഓരോരുത്തർ വണ്ടി ഓടിക്കുക. അതുപോലെ തന്നെ പിന്നെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വന്നാൽ അപ്പം പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കളിക്കാണ്ട് അതപ്പോൾ തീർത്തോളുക. അതേമാതിരി പെട്രോൾ പമ്പ് കണ്ടു കഴിഞ്ഞാൽ ക്യാനിൽ വെള്ളം നമ്മൾ അപ്പോൾ സെറ്റാക്കും. അതേമാതിരി രാവിലെ 8 മണിക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്താൽ വൈകുന്നേരം 5 മാക്സിമം 6 മണിൻ്റെ ഉള്ളിൽ നമ്മൾ നല്ലൊരു സ്ഥലം കണ്ടിട്ട് സൈഡാക്കിക്കോളുക. അങ്ങനെ കുറേ സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ ഉച്ചക്ക് ചെറിയ രീതിയിൽ പോലും ഉറക്കം വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഉറങ്ങുക. അത് 3 ആൾക്ക് ഒരുമിച്ച് ഉറക്കം വരികയാണെങ്കിൽ വണ്ടി നമ്മൾ സൈഡാക്കും. അപ്പോൾ 3 ആൾ ഒരുമിച്ച് ഉറങ്ങുക. എപ്പോഴാണോ നീച്ചണത് അപ്പോൾ പോകാന്നുള്ളതേ ഉള്ളൂ. ഒരു അർജൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ 2 ആൾ ബാക്കിൽ ഇരിക്കണവർക്ക് ഡ്രൈവർ ആരാണോ അവർക്ക് ഉറക്കം വരികയാണെങ്കിൽ വണ്ടി സൈഡാക്കുക, നമ്മളെ ബാക്കിൽ ആരാണോ നിൽക്കുന്നത് അവർ ഓടിക്കും എന്നുള്ളതാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ നമ്മളെ ഫുഡിൻ്റെ സമയം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ഒരു 12 to 1 മണിൻ്റെ ഉള്ളിൽ നമ്മൾ രാവിലെ ഫുഡ് ഉണ്ടാക്കിയിട്ട് വണ്ടിയിൽ കയറ്റി വെക്കും. പിന്നെ അത് 12 to 1 മണിൻ്റെ ഉള്ളിൽ കഴിക്കും. പിന്നെ വൈകുന്നേരത്തെ ഫുഡ് നമ്മൾ അപ്പം സ്പോട്ടിൽ ഉണ്ടാക്കുകയാണ് ചെയ്യുക. രാവിലെ ചെറിയ ചായ ഉണ്ടാക്കും, ചെറിയ സ്നാക്സ് എന്തെങ്കിലും വണ്ടിയിൽ അധികം ഉണ്ടാവും. ചെക്കന്മാർ തന്നത് അവിടെ നിന്ന് നമ്മൾ വാങ്ങണതും അങ്ങനത്തെ സ്നാക്സൊക്കെ ഉണ്ട്. പിന്നെ ഡ്രസ്സ് പിന്നെ നമ്മൾ കൂടുതലായിട്ട് കൊണ്ടുപോയിട്ടില്ല നിലവിൽ. ഒരു 3 കൂട്ടം ഡ്രസ്സ്, പിന്നെ എല്ലാവർക്കും 3 കൂട്ടം 4 കൂട്ടം മാക്സിമം അത്ര ഡ്രസ്സേ ഉള്ളൂ. അതിനുള്ള സൗകര്യങ്ങൾ ബാക്കിൽ തന്നെ നമ്മൾ അലമാര വഴി അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 20 ലിറ്ററിൻ്റെ 2 ക്യാനാണ് വണ്ടീൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ടോട്ടൽ 40 ലിറ്റർ. നമ്മളെ കുടിവെള്ളത്തിന് വേറെ ക്യാനുണ്ട്. പിന്നെ 5 ലിറ്ററിൻ്റെ ഒരു ഡീസലിൻ്റെ ക്യാനുണ്ട്. നമ്മൾ ഡീസൽ കഴിഞ്ഞാൽ
സെറ്റാക്കാൻ വേണ്ടിയിട്ട് 5 ലിറ്ററിൻ്റെ ക്യാൻ അത് സെപ്പറേറ്റ് ഉണ്ട്. ഈ 40 ലിറ്റർ ക്യാൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചോറുണ്ടാക്കുക, കറി ഉണ്ടാക്കുക, ബൈ ചാൻസിൽ കുളിക്കാനുള്ള അവസരം കിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ഒരു കുളി നടത്താനുള്ള സെറ്റപ്പ് നമ്മൾ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. ഗ്യാസ് അടുപ്പുകൾ കണ്ടില്ല, ആ വലിയ വലിയ ഗ്യാസ് അടുപ്പാണ്. അത് പിന്നെ കുക്കർ ഉണ്ടായതുകൊണ്ടേ ആ കുക്കർ ഇപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ആ ഒരു ഉപയോഗം ഇപ്പോൾ ഇതിന്മേലാണ് മനസ്സിലായത്. കുക്കറിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് എത്ര പെട്ടെന്ന പരിപാടിയാണിത്. കൊണ്ട് 1/2 മണിക്കൂർ കൊണ്ട് ചോറും കറിയാവുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ യാത്രയൊക്കെ പോയപ്പോൾ 1.5 മണിക്കൂറൊക്കെ പിടിക്കും ചോറും കറിയാവാൻ. അന്ന് സാധാ ഒരു വട്ടച്ചെമ്പ് കൊണ്ടാണ് ഇതാക്കൽ. ഇപ്പം അത് വെറും അരമണിക്കൂർ ഉണ്ടാവുള്ളൂ. 2 വിസിലടിച്ചുമ്പോഴത്തേന് ഒരു ഒരെണ്ണമൊക്കെ അതായിക്കോണം കേട്ടോ എന്നുള്ളത്. നമ്മൾ തൂത്തുക്കുടി കൂടെ ഉണ്ട് പോയിക്കൊണ്ടിരിക്കണത്. തൂത്തുക്കുടിയാണ് ഇപ്പോൾ ഈ കാണേണ്ടത്. തൂത്തുക്കുടി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമീണ പ്രദേശം, ചെറിയൊരു ടൗണും. ഇപ്പോൾ ഈ കാണുന്നത് തൂത്തുക്കുടീൻ്റെ ഉള്ളേരിയ കൂടെയാണ്. കൃഷി മറ്റേ നെല്ലും വാഴ പിന്നെ അങ്ങനെയുള്ള ചോളം അങ്ങനത്തെ കൃഷികളാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. കണ്ടില്ലേ? അത് സാധാ നമ്മളിപ്പോൾ എന്താ പറയുക, ഭൂപ്രകൃതി തന്നെ. അപ്പോൾ നമ്മൾ പെട്രോൾ പമ്പ് കണ്ടു, നേരെ എണ്ണ അടിക്കാൻ വേണ്ടിയിട്ടേ കയറിയതാണ്. നമ്മൾ പമ്പിൽ കയറിയാൽ പിന്നെ ഏകദേശം ഒരു ഫുൾ ടാങ്ക് എണ്ണ അടിക്കും. അപ്പോൾ 550 റുപ്യേൻ്റെ എണ്ണ അടിച്ചു. പിന്നെ 5 ലിറ്റർ എണ്ണ ഓൾറെഡി നമ്മളെ വണ്ടിൻ്റെ ഉള്ളിലുണ്ട് നിലവിൽ. നമ്മൾ ക്യാനിൽ നമ്മൾ സെറ്റാക്കിയത് അതുണ്ട്. എന്താണെന്ന് വെച്ചാൽ എണ്ണ ഫുൾ ടൈം ആക്കി കഴിഞ്ഞാൽ ഇതാ ക്യാനിൽ കണ്ടില്ലേ, ഇത് ഫുൾ ടൈം നമ്മളെ ഉള്ളിലുള്ളതാണ്. എണ്ണ വണ്ടിൻ്റെ ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊരു ധൈര്യമാണ്. അതേമാതിരി സ്പെയർ പാർട്സ് അതൊക്കെ നമുക്ക് ഭയങ്കര ധൈര്യമാണ്. അങ്ങനെ നമ്മളേതല്ലേ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോമ്പല്ല, അപ്പോൾ കുറച്ച് ഫ്രൂട്ടും കാര്യങ്ങളും വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നേരെ ഇറങ്ങിയതാണ്. ഒരു ചെറിയ ചന്ത കണ്ടപ്പോഴേ അങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. ഇതെന്താ വെച്ചാൽ ചന്ത എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, പക്ഷെ എന്നാലും ഒരു ചെറിയൊരു അങ്ങാടി, ഒരു ജംഗ്ഷനാണ്. ആ ജംഗ്ഷനിൽ കണ്ടമാനം കച്ചവടങ്ങളുണ്ട്, അത്രയേ ഉള്ളൂ. ഇതിൽ ഒരു ടൗൺഷിപ്പ് ഒന്നും ഇല്ല കേട്ടോ. ഇതൊരു ഭാഗത്ത് പലചരക്ക് ഐറ്റംസ്, മറുഭാഗത്ത് ഉണക്കലീൻ്റെ പരിപാടി ഉണ്ട് കേട്ടോ. ഫുള്ള് ചേച്ചിമാരും അമ്മമാർ ഇവരൊക്കെയാണ് മെയിനായിട്ട്. കണ്ടല്ലേ നമ്മളെ നാട്ടിലത്തെ നാടൻ ചക്ക. അയ്യവാ ഏകദേശം റേറ്റ് ഉണ്ടാവും കേട്ടോ. ഒരു ചുളക്കാൻ 5-10 റുപ്യൊക്കെ ഉണ്ടാവും. ഇത് സാധാ പൈനാപ്പിൾ അല്ല സോറി, നമ്മളെ അടക്കപ്പഴം ഇതാക്കണു, ഉണക്കലീന് ഇതാക്കണു. കെട്ടിന് 50 റുപ്യ 100 റുപ്യ എന്നൊക്കെ പറഞ്ഞാണ്ടേ സാധാ ചേച്ചിമാർ അമ്മമാരൊക്കെയാണ് ഇത് കച്ചവടം നടത്തുന്നത് കേട്ടോ ഇവിടെ. അല്ലാതെ നമ്മൾ ഈ നാട്ടിലെ ചെക്കന്മാരൊക്കെ ഈ പരിപാടി കുറവാണ്. കയ്പ്പങ്ങുണ്ട്, അമരണ്ട്, പിന്നെ കുമ്പളം, എല്ലാ തരം പച്ചക്കറികളും പലതരം പച്ചക്കറികൾ. അത് നോക്കിയപ്പോൾ നമ്മളെ പാത്രം ഉരക്കണുണ്ടല്ലോ, അത് പോയി. എവിടേക്കാണ് പോയത് തന്നെ മനസ്സിലായില്ല. അതും പോയി. അതേമാതിരി ഇതും പോയി, നമ്മളെ അയിര് അളക്കണ കോപ്പല്ലേ പാട്ട, അതും പോയി. അപ്പോൾ ജാബി അതൊന്നും വാങ്ങി. പാട്ട പിന്നെ നമ്മളത്തുണ്ട്. അതുകൊണ്ട് നമ്മളെ വണ്ടി ഇതാക്കണം അവിടെയാണ് നമ്മൾ വണ്ടി സൈഡാക്കിയിട്ട് കേട്ടോ. ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ ഇത്ര നടന്നുകൊണ്ട് അങ്ങനെ ഏതായാലും അത് വാങ്ങിയതിൻ്റെ ശേഷം വത്തക്ക ഒന്ന് വാങ്ങാറുണ്ട് കണ്ട് വത്തക്ക വാങ്ങി. എന്നിപ്പോൾ ഏതായാലും നോമ്പല്ലേ, അപ്പോൾ പൗതി കിട്ടുവച്ചു. പൗതി കിട്ടുമെന്നും പറഞ്ഞു. എന്നാൽ പിന്നെ പൗതി ഒന്ന് വാങ്ങാരിച്ചാണ്ടേ അത് മൂപ്പരനെ തട്ടി ഇങ്ങനെ ചീളായിട്ട് ഇങ്ങനെ സെറ്റാക്കി തന്ന് 50 റുപ്യാണ് ഈ ഒരു ഹാഫ് വത്തക്കക്ക്. അങ്ങനെ അതും വാങ്ങിക്കാണ്ട് ഇനി നേരെ നമ്മൾ പോവാണ്. അങ്ങനെ ചങ്കളെ നമ്മൾ യാത്ര തുടരാണ്. ധനുഷ്കോടിയിലോട്ടാണ് നമ്മൾ പോണത് കേട്ടോ. പോണ വഴികളൊക്കെ ഭയങ്കര അടിപൊളിയാണ്, ഒന്നും പറഞ്ഞ. 2 സൈഡിലും തണ്ണീർക്കെട്ടുകൾ. ഇവിടെ പാലക്കാട് മോഡലാണ്. ഇവിടെ തമിഴ്നാട് കൾച്ചർ എന്ന് പറഞ്ഞ പാലക്കാടൊക്കെ അതിർത്തിയിലൊക്കെ ഇങ്ങനെ ഉണ്ട്. അതായത് ഇവിടെ അങ്ങനെ ഉണ്ട്, കിലോമീറ്ററുകളോളം തണ്ണീർക്കെട്ടുകളുണ്ടാവും. ഇവിടെ വർഷത്തിൽ ഒരു 10 ദിവസം 15 ദിവസമൊക്കെ മഴ പെയ്യുള്ളൂ. പക്ഷേ നമ്മൾ ചെയ്യുന്നതിലേറൊരു വെറൈറ്റി ആയിട്ട് ഇവർ യൂസ് ചെയ്യും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വലിയ തടാകങ്ങൾ പോലെ വെള്ളം കെട്ടി നിർത്തും. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ ഇവർക്ക് കുടിവെള്ളത്തിന് മാത്രം ആശ്രയിച്ചാൽ മതി. കുടപ്പനകൾ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ. ഇപ്പോൾ ഈ കാണുന്ന 2 സൈഡും കടൽ, നടുവ് കൂടെ സാധാ റോഡ്, അപ്പുറം റെയിൽ പാലം. എവിടെയെന്ന് മനസ്സിലായോ? ഇന്ത്യയിൽ തന്നെ ഇങ്ങനൊരു സ്ഥലം ഇവിടെ മാത്രമേ കാണാൻ പറ്റൂ. ഇങ്ങനെ ഇതാണ് രാമേശ്വരം പാലം. നമ്മൾ ധനുഷ്കോടിക്കാണ് പോണത്, തമിഴ്നാട്ടിൽ. അടിപൊളി പ്ലേസാണ്. 2 സൈഡിലും ബീച്ച്, 2 പാലങ്ങൾ. അതിലൊരു പാലം റെയിൽവേ പാലം, ഒരു പാലം നമ്മൾ സാധാ വാഹനങ്ങൾ പോകാനുള്ള പാലം. അതാണിപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. കണ്ടില്ല, 2 സൈഡും ബീച്ച്. അതിലൂടെയാണ് നമ്മളിന്ന് ഏകദേശം 350ഓളം കിലോമീറ്റർ, കന്യാകുമാരി ടു രാമേശ്വരം ധനുഷ്കോടി എന്ന് പറഞ്ഞ 350ഓളം കിലോമീറ്റർ നമ്മളിന്ന് റൺ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ബാങ്ക് കൊടുത്തു ആ സമയത്ത് ഒരു നല്ലൊരു സ്ഥലത്ത് സേഫ്റ്റിയിൽ പാർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, അതിന് മുന്നേ തന്നെ ബാങ്ക് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്ത് പെട്ടെന്ന് നമ്മളെ കിട്ടിയ നട്സും ഈത്തപ്പയും അതുപോലെ നമ്മളെ ബത്തക്കയും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ നിന്ന് തന്നെ ഞാൻ കഴിച്ചു. സൈഡാക്കുന്നതിന് മുന്നേ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് സെറ്റാക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നേ ബാങ്ക് കൊടുത്തപ്പോഴേ നല്ല നമ്മളെ കുഞ്ഞിപ്പ നമ്മളെ ചങ്ക് ചക്കം തന്നീൻ്റെ കുറച്ച് നട്സാളും പിന്നെ നമ്മൾ ഓൾറെഡി കണ്ടറിഞ്ഞാണ്ട് ബത്തക്കൊക്കെ വാങ്ങിയിരുന്നു. അത് കഴിച്ച് നമ്മൾ നേരെ പോണത് വണ്ടി അൾട്ടാക്കണം, നല്ലൊരു ഫുഡ് വെക്കണം. ഇന്നിപ്പോൾ നോമ്പായതുകൊണ്ട് ചെറിയ ക്ഷീണമുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. കാരണം നമ്മൾ സുഖമായിട്ടും കവർ ചെയ്യുന്നത് മനസ്സിലായി. നമ്മളെ യാത്ര നോമ്പിന് യാത്ര ഉണ്ടല്ലോ, അപ്പോൾ അതിന് മുന്നേ ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കിയാൽ നോമ്പ് എന്താണ് ക്ഷീണം ഉണ്ടോ എന്നുള്ളത്. എന്നാലും ഒരു വെള്ളത്തിന് ചെറിയ ദാഹിച്ചു എന്നല്ലാതെ വേറെ ക്ഷീണങ്ങളൊന്നും കൂടുതൽ നമ്മൾ ഇറങ്ങിയിട്ടൊന്നുമില്ല എവിടെയും. നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടി കണ്ടു, മുസല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ വണ്ടി സൈഡാക്കണം, നല്ലൊരു ബീച്ചിൻ്റെ സൈഡിൽ കിടിലൻ സ്പോട്ടിൽ വണ്ടി സൈഡാക്കണം. അങ്ങോട്ടാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആളുകളൊക്കെ ചോദിച്ചാൽ പറഞ്ഞു ഒരു വില്ലൂർ ബീച്ച്, അങ്ങനെ ബീച്ച് പറഞ്ഞു. ആ ബീച്ചിൻ്റെ അടുത്ത് പോയി കൊടുക്കുക. ഇതാണ് ആ ബീച്ച് എന്ന് പറയാനില്ല, ചെറിയൊരു പാലം കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം നമ്മൾ ചോറ് വെച്ചു, വന്നിട്ട് നല്ല വിശപ്പുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇന്നലെ സുബൈക്കും നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല, നോമ്പ് തലേന്ന് വെള്ളം കുടിച്ചിട്ടേ നോമ്പ് പറ്റാണ്ട് അങ്ങനെ. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി ഫുള്ള് സെറ്റാക്കി അരി വെച്ച്, അരി ഏകദേശം ആയി. അപ്പം ഇനിയിപ്പോൾ കറി വെക്കാനുള്ള പരിപാടിയിലാണ്. കറി വെക്കാനും വേണ്ടി വെക്കി തക്കാളി വെട്ടി അരിഞ്ഞ് സെറ്റാക്കി വെച്ചിക്കണ്. അപ്പം ഇനി നേരെ ആണ് സെറ്റാക്കിയാൽ മതി. അലങ്കോലായി കിടക്കാണ് വണ്ടി ഫുള്ള് ഇബ്ബർ ഇതാക്കുന്ന കാര്യങ്ങളൊക്കെ. ഞാൻ പിന്നെ കിച്ചൺ ബേസിൽ വല്ലാതെ അങ്ങോട്ടേ തൊടലില്ല. കാരണം എന്താ വെച്ചാൽ അതുപോലെ ഏരിയയാണ്, ഓല് ആദ്യം പറഞ്ഞതാണ് അതിന് തൊടണ്ടാന്ന്. നമ്മളവിടെയും ഇവിടെയും അരപ്പാക്കിയാണ് പിന്നെ ഇതാകാൻ നിൽക്കണ്ടല്ലോ. മുളകുപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയും മല്ലിപ്പൊടിയും ജീരകപ്പൊടിയും ഒക്കെ പാടെ എല്ലാ സെറ്റപ്പും നമ്മൾ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതാക്കണു അച്ചാറ്, വേറെ 2 തരം അച്ചാറ്, നല്ല ചെറിയ കാറ്റുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല അവിടെ ഒരു പാലുണ്ട്, കടൽക്ക് ഇങ്ങനെ നീണ്ടു പോയിട്ടുണ്ട്. തൊട്ട് മേലൊരു അമ്പലമുണ്ട്. ഇതൊരു റിസോർട്ട് ബേസിലുള്ള റിസോർട്ട് ഒക്കെ ഉള്ള ഒരു ചെറിയൊരു ബീച്ചാണ്. ഈ പാലം പോയിട്ടുണ്ട്. ഈ പാലത്തിൻ്റെ ഏറ്റവും അറ്റത്തേ ഒരു കിണറുണ്ട് കടൽക്ക് നേരെ താഴത്തേക്ക്. അങ്ങനെ ഏതായാലും ചോറായി. ഇനി കൂട്ടാൻ നമ്മൾ തക്കാളി കൂട്ടാനാണ് നമ്മൾ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ അതാകുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. പിന്നെ അത് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്, ചിലവും കുറവാണ്. അങ്ങനെ ഏതായാലും കുക്കർ വെച്ച് നേരെ തക്കാളി അതിക്ക് സെറ്റാക്കിയിട്ട് വാർന്നാൽ മതി. കടുകൊക്കെ വറുത്ത് ഇബ്രും ഇമ്പലൊക്കെ ആകുമ്പോൾ പിന്നെ ഫുൾ ഫിനിഷിങ്ങിലാണ് വെക്കുക. കടുകൊക്കെ വറുത്ത് കണ്ട് ആക്കണു ഒരു നായ്ക്കുട്ടി കാവൽ. നമുക്ക് വല്ലതും ഉണ്ടോ ചോദിച്ച് കണ്ട്. തമിഴ്നാടല്ലേ, പിന്നെ നായ്ക്കൾക്ക് ഒരു കുറവും ഉണ്ടാവില്ല. അങ്ങനെ ഏതായാലും 4 ആൾക്കാർ അങ്ങോട്ടും 3-4 ആൾക്കാർ ഇങ്ങോട്ടും ഇളക്കിയാണ്ടേ നേരെ 2 വിസിലടുപ്പിച്ചപ്പോൾ കറി സെറ്റ്. ഏത് കാറ്റത്താണെങ്കിലോ അങ്ങോട്ട് ആ ചൂടങ്ങോട്ട് കയറണമില്ല, അങ്ങനൊക്കെ ഒരവസ്ഥ. അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു കർണാടകയിൽ നിന്നൊരു ടീം വന്ന് പറഞ്ഞിട്ട് ഞാൻ അവരും ഉണ്ടെന്ന് നമ്മളപ്പം ടെൻ്റ് അടിക്കാൻ. അവരത് ടെൻ്റ് പോരയപ്പോഴേ ഞങ്ങൾ പോയൊന്ന് സെറ്റപ്പ് സഹായിച്ചു കൊടുത്തു. അങ്ങനെ ഏതായാലും ഓലും ടെൻ്റ് അടിച്ചു. ഓല് പിന്നെ ഫുഡ് ഉണ്ടാക്കണമെന്നല്ല, ഓല് വണ്ടിമേ ഓലെ പ്ലാറ്റിനാണ് ഓലെ സ്കൂട്ടർ കേട്ടോ. ആ സ്കൂട്ടർമേലാണ് ഓല് വന്നിട്ടുള്ളത്. അത്യാവശ്യം സെറ്റപ്പ് ഉണ്ട്, ഇതാക്കണ ഓലെ വണ്ടി. എന്നാലും സ്കൂട്ടറാകുമ്പോൾ ബൈക്കാകുമ്പോൾ എങ്ങനെയായാലും അതിന് ലിമിറ്റ് ഉണ്ട്. നല്ല ഹെവി റിസ്ക്കാണ്. നമ്മളിപ്പോൾ ഓട്ടോറിക്ഷ ആയതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും മുന്നോട്ട് പോണത്. അത്യാവശ്യം നല്ല സേഫ്റ്റിയിലാണ് പോണത്. അങ്ങനെ ഇനി ഫുഡ് കഴിക്കാനുള്ള പരിപാടിയില്ല. സാധാരണ നമ്മൾ വിരിക്കണ മാതിരിയുള്ള നമ്മൾ ബ്ലാക്ക് കർട്ടൺ വിരിച്ചു, നേരെ ചോറ് സെറ്റാക്കി. ഇബ്രോനും ജാവിക്കും പിന്നെ എന്താ വെച്ചാൽ ചോറുണ്ടാക്കുമ്പോൾ വളരെ കുറച്ച് അരി വരെ ഇട്ടുള്ളൂ. അവർക്കൊരു പേടിയാണ് അന്നം. നമ്മളൊക്കെ അതിൻ്റെ ആൾക്കാർ തന്നെയാണ്. അതായത് അന്നം വേസ്റ്റ് ആക്കുന്നതിനോട് നമുക്ക് തീരെ താല്പര്യമില്ല. കാരണം വിശപ്പാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഏതായാലും എല്ലാ ദിവസവും കറക്റ്റിന് ഒരു ഫുഡ് ഉണ്ടാക്കൽ കേട്ടോ. അങ്ങനെ ഫുഡായി കഴിഞ്ഞു. ഇനി നമ്മൾ ടെൻ്റ് അടിക്കാനുള്ള പരിപാടിയിലാണ്. ടെൻ്റ് ഏകദേശം ഇങ്ങനെ അടിച്ച് എയർ പമ്പിൽ കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ് ജാവി. അധികം ആകണ നായ്ക്കുട്ടി. 2 ബെഡ് നമ്മൾ ഉള്ളിലിടും. ഇബ്രും അധികം ഇവിടെയും കിടക്കും വണ്ടിയിൽ. ഓനെന്തോ വണ്ടി കിടക്കണം പറഞ്ഞു. ടെൻറ്റിൽ തന്നെ കിടക്കുക ചേർക്കുക. അങ്ങനെ 3 എയർ ബെഡും ഉണ്ട്, സുഖമായിട്ട് കിടക്കുക. ഇന്നിപ്പോൾ മറ്റോരും ഉണ്ട്, 2 ടെൻ്റ് ഉണ്ട്. അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ക്യാരംസ് ഗെയിംസുകൾ, പല ചെക്കന്മാർ പല കളികളും ഉണ്ട്. ആണല്ലേ
ഓരോരുത്തരും ഓരോ കോണിയും മറ്റേ പാമ്പും കോണിയും പഴയ കുട്ടികളാ പരിപാടികളൊക്കെ. അല്ലാ ജാവീദ് വരെ അടിച്ച് കഴിഞ്ഞില്ല, എന്നാൽ നമ്മൾ കുറച്ച് നേരം നമ്മൾ അടിച്ചു നോക്കുക. അങ്ങനെ മക്കളെ, ഗുഡ് നൈറ്റ്.